ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പണ്ട് തൊട്ടേ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം. ആ ആഗ്രഹങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഒരു തരം പേടിയാണ് ശരിക്കുള്ള വില്ലൻ. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, എന്നിട്ടും ഒന്നും ശരിയാവുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കാറില്ലേ, ഞാൻ ഇതൊന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു എന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നാണോ? അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ സ്വപ്നം കണ്ടാൽ വലിയ നിരാശ ഉണ്ടാകുമെന്നോ നമ്മളെ ആരോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അധ്വാനം പലപ്പോഴും ഫലം കാണാത്തതെന്നും എങ്ങനെ വളരെ സിമ്പിളായി നമ്മളുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാമെന്നുമാണ്. ഞാൻ പല വീഡിയോയിലും അലൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എന്താണ് ഈ അലൈൻമെന്റിന്റെ ശരിക്കുള്ള രഹസ്യം? നമുക്കതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പലരും പറയാറുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതാണ് എൻ്റെ പ്രശ്നമെന്ന്. എന്നാൽ സത്യം അതല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല തോറ്റുപോകുന്നത്, മറിച്ച് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് നമ്മളെ എവിടെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് ആഗ്രഹിക്കേണ്ട, നിരാശപ്പെടേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചാൽ വലിയ സങ്കടം വരും. ഇതൊക്കെ കേട്ട് വളരുന്നത് കൊണ്ട് ജീവിതം നമ്മളെ പരീക്ഷിക്കുന്നതിന് മുൻപേ നമ്മൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് വിലപേശാൻ തുടങ്ങും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് വിലപേശാറില്ലേ? എനിക്കൊരു വലിയ വീട് വേണം, പക്ഷേ ഇപ്പോൾ ഉള്ളത് തന്നെ മതി എന്ന് നമ്മൾ പിന്നെയും പറയും. സത്യത്തിൽ നമ്മൾ ആഗ്രഹങ്ങളെ കുറയ്ക്കുന്നത് എന്തിനാണെന്നറിയാവോ? പിന്നീട് ആ സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ നമ്മളോട് തന്നെ പറയും, ഇത്രയൊക്കെ മതി, റിയലിസ്റ്റിക് ആയിരിക്കണം. സത്യത്തിൽ ഈ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ പേടിയുടെ മറ്റൊരു പേര് മാത്രമാണ്. പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തുന്നു. പതുക്കെ പതുക്കെ ആ ആഗ്രഹങ്ങൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആകുന്നതിന് പകരം അതൊരു വലിയ ഭാരമായി മാറുമ്പോൾ നമ്മൾ തോറ്റു തുടങ്ങും. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നിർത്തും. ഒടുവിൽ നമ്മൾ ചോദിക്കും, എനിക്ക് ശരിക്കും എന്തെങ്കിലും വേണമെന്ന്. അങ്ങനെ നമ്മുടെ ഉള്ളിലെ ആ വലിയ എനർജിയെ നമ്മൾ തന്നെ തല്ലിക്കെടുത്തു. പലരും വിചാരിക്കുന്നത് ഈ അലൈൻമെന്റ് എന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ മണിക്കൂറോളം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നേടിയെടുക്കേണ്ട ഒന്നാണെന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. ഇവിടെയാണ് പലരും ഈ അലൈൻമെന്റ് എന്ന വാക്കിനെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ആഗ്രഹം എന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നത് പോലെ അത് തനിയെ ഉണ്ടാവുന്നതാണ്. അതിന് നമ്മൾ ആരോടും മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഗുസ്തി നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ സാമ്പത്തികമായി വലിയൊരു വളർച്ച വേണം എന്നാഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ പുറമേ ഉള്ള ആഗ്രഹമാണ്. പക്ഷേ ഉള്ളിൽ നിങ്ങൾ എന്തിനാണ് തയ്യാറെടുക്കുന്നത്? അടുത്ത മാസം എങ്ങനെ ചിലവ് നടക്കും, എനിക്ക് കടം വരുമോ എന്ന പേടിയാണ് അല്ലേ? ഈ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഉള്ളിലെ ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്നാണ്. നമ്മൾ പുറമേ വിജയം ആഗ്രഹിക്കുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പരാജയം പ്രതീക്ഷിക്കുന്നു. സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ നമ്മൾ പഴയ ചങ്ങലകളെ മുറുകെ പിടിക്കുന്നു. ഈ ഒരു വലിയ അന്തരം നമ്മളെ മാനസികമായിട്ട് തളർത്തും. ഈ വണ്ടി മുന്നോട്ടെടുക്കാൻ നോക്കുമ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട അവസ്ഥയാണിത്. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും മടിയെന്നോ ഭാഗ്യമില്ലായ്മ എന്നോ ഒക്കെ വിളിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. സത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അലൈൻഡ് ആണ്. അതെ, അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം. ഈ അലൈൻമെന്റ് എന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ അത് അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാത്രമേ പോകൂ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ്. എന്നെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ, ഇതാണ് നോർമൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് അതിനോട് അലൈനാകുന്നു. അതായത്, ഞാൻ ഒന്നും കൂടി പറയാം, ഇവിടെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട സ്ഥലം. നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും എന്തിനോടൊക്കെയോ അലൈൻഡാണ്. അലൈൻമെന്റ് എന്നത് നിങ്ങൾ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ചില മോശം കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ലൂപ്പിംഗ് പോലെ.
അത് നിങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ റെഫറൻസ് പോയിന്റ് മാറാത്തത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ നടക്കൂ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇത്രയൊക്കെ കിട്ടൂ എന്നൊക്കെയുള്ള ഉറച്ചുപോയ ധാരണകളാണ്. ഈ ധാരണകളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങളൊരു പുതിയ മാറ്റം ആഗ്രഹിക്കുമ്പോൾ പഴയ ആ ധാരണകളെ ഉപേക്ഷിക്കാതെ പുതിയതൊന്നും നേടാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ആഗ്രഹം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കാൾ പരിചിതമായി നിങ്ങൾക്ക് തോന്നണം. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ പുതിയ കാര്യം ആഗ്രഹിക്കുമ്പോൾ പഴയ ചിന്തകളെ മാറ്റാതെ പുതിയത് മാത്രം കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം പ്രപഞ്ചം പ്രതികരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തോടല്ല, നിങ്ങളുടെ ഉള്ളിലെ ഉറച്ച വിശ്വാസത്തോടാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ്. ഇതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമാധാനം വേണം, പക്ഷേ നിങ്ങൾ എപ്പോഴും സ്ട്രെസ്സിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. നിങ്ങൾക്ക് വിജയം വേണം, പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു തോൽവി സമ്മതിച്ച വ്യക്തിയായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ആ വിജയത്തെ തടഞ്ഞു നിർത്തും. നിങ്ങൾക്ക് പണക്കാരനാകണം എന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഐഡന്റിറ്റി ഇല്ലായ്മ അനുഭവിക്കുന്ന ഒരാൾ എന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തെക്കാൾ ശക്തം നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. നമ്മൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇത് ഇതുവരെ ശരിയായിട്ടില്ല, ഇത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സന്ദേശമാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നൽകുന്നത്. അപ്പോൾ പഴയ ചിന്താഗതി അവസാനിപ്പിക്കുന്നത് വരെ നമ്മുടെ ജീവിതം പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടേയിരിക്കും. കഠിനാധ്വാനം ഫലം കാണാത്തപ്പോൾ നമ്മൾ നിരാശപ്പെടും, അല്ലേ? പക്ഷെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ അധ്വാനത്തെ അല്ല, നമ്മുടെ ഉള്ളിലെ ആ പഴയ ഞാൻ എന്ന വിശ്വാസത്തെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റം തുടങ്ങുന്നത്? അത് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതിനെ നമുക്ക് അസംഷൻ എന്ന് വിളിക്കാം. യഥാർത്ഥ അലൈൻമെന്റ് തുടങ്ങുന്നത് അസംഷനിൽ നിന്നാണ്. അതായത് ഒരു കാര്യം നടക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം അത് നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ഉറപ്പായും സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇതിന് വലിയ ആവേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ സാധാരണ ഒരു തോന്നലാണ് വേണ്ടത്. അതായത് ഒരു കാര്യം നടക്കുമോ എന്ന് പേടിച്ച് ചോദിക്കുന്നതിന് പകരം അത് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നരുത്, കാരണം നിങ്ങളത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാളെ സൂര്യൻ ഉദിക്കുമോ എന്ന് നമ്മൾ സംശയിക്കാറില്ലല്ലോ. ആ ഒരു ഉറപ്പാണ് അലൈൻമെന്റ്. അലൈൻഡായ ആളുകൾക്കൊരു കാര്യത്തിനും പിന്നാലെ പായാനൊന്നും സമയമുണ്ടാവില്ല. കാരണം അവർക്കറിയാം അത് സംഭവിക്കുമെന്ന്. അവിടെ ഒരു വെപ്രാളമില്ല, പകരം ഒരു സമാധാനമുണ്ട്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ആ സാധനം വരുമെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ ഓരോ മിനിറ്റിലും ഫോൺ എടുത്ത് നോക്കാറില്ലല്ലോ അതെവിടെ എത്തിയെന്ന്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാം. ആ ഒരു റിലാക്സേഷനാണ് യഥാർത്ഥ അലൈൻമെന്റ്. ഇനി ഈ അലൈൻമെന്റ് എന്നത് ഒരിക്കൽ കിട്ടിയാൽ എക്കാലത്തും നിലനിൽക്കുന്ന ഒന്നൊന്നുമല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളിൽ നിന്നത് മാറിപ്പോയേക്കാം. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളോട് തന്നെ തർക്കിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. പരാജയത്തിന് വേണ്ടി തയ്യാറെടുക്കാതെ വിജയത്തെ സ്വാഭാവികമായിട്ട് കാണാൻ പഠിക്കുക. ഇനി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരാളാകുക എന്നതല്ല, മറിച്ച് നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊന്ന് യോജിക്കുക എന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള പേടി മറ്റൊന്നാണ്. ആ പേടിയെ മാറ്റുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് സംഭവിക്കും. നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ ഈ ലോകം നിങ്ങൾക്കായിട്ട് വഴിയൊരുക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളോട് തന്നെ തർക്കിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതം മനോഹരമാകാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്